നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഞാനിപ്പോ വന്നത് ഒരു ട്രോൾ റിയാക്ഷൻ ആണ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രോള് കണ്ടപ്പോൾ, അതായത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു ട്രോള് കണ്ടപ്പോൾ അതിനെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി കണ്ടൊരിക്കൽ കൂടി ചിരിക്കാമെന്നുള്ളതാണ്. നമുക്കറിയാലോ, ബിഗ് ബോസ് തുടങ്ങുമ്പോൾ, ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോൾ ട്രോളന്മാർക്ക് ചാകരയാണ് അല്ലേ. നമുക്ക് നല്ല വ്യൂസുമാണ്. ഭയങ്കരമായിട്ട് നമ്മളെ ഉബൈദിനെ പോലുള്ളവർ ഒരുപാട് ട്രോൾസുകൾ ഇറക്കും. അതിനൊക്കെ നല്ല രീതിയിലുള്ള വ്യൂസ്, അതിലൊക്കെ വ്യൂസ് കൂടുതലാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു ചാനലാണ് അഭിഷേക് സുന്ദരം ട്രോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ. റീസെന്റ് ആയിട്ടാണ് കണ്ടത്. പുള്ളിയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വളരെ 8,000 9,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പൊ പുള്ളി ഇതുപോലെ ഈ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് കുറെ ട്രോൾസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആരും ഈ ശ്രദ്ധിക്കാതെ പോകുന്നു. പക്ഷെ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. എങ്കിലും ആ സബ്സ്ക്രൈബ് കൗണ്ടറൊന്നും അത് വലുതായിട്ട് കൂടുതലായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പുള്ളി റീസെന്റ് ആയിട്ട് ഈ ഒരു ഗസറ്റഡ് എക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ജാസ്മിനെ ട്രോളുന്നത്, ഒരു ഗസറ്റഡ് എക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയിൽ അവസാനമായിട്ട് ഒരു ട്രോൾ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് ഒന്ന് റിയാക്ട് ചെയ്യാം. റിയാക്ഷൻ ഉള്ള വെറുതെ കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ പുള്ളിയുടെ ഈ അഭിഷേക് സുന്ദരം ട്രോൾസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ചാനലിന്റെ ഡീറ്റെയിൽ ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്. നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പുള്ളി സൂപ്പറായിട്ടാണ് പുള്ളിയുടെ ട്രോളൊക്കെ ചെയ്യുന്നത്. വളരെ ഉയർന്ന ഈ ട്രോളർമാരുടെ ഇടയിൽ ഒരു എന്താ പറയുന്നത്, ഒരു പുതിയൊരു അവതാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ പുള്ളി ട്രോൾ. അതുപോലെ പുള്ളി സ്വന്തം സൗണ്ടിലൊക്കെ മോഡുലേഷൻ ഒക്കെ ചെയ്ത്, പുള്ളിയുടെ സൗണ്ട് ആണെന്ന് അറിയത്തില്ല, അതുമായിട്ട് ആപ്റ്റായി നിൽക്കുന്ന സൗണ്ട് ഒക്കെ എടുത്ത് അതിന്റെ ഇടയിലൊക്കെ ക്ലിപ്പിംഗ് ഒക്കെ കേട്ട് സൂപ്പറായിട്ട് അവർ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ട്രോള് നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. എന്റെ ട്രോളിന്റെ പേര് മറ്റൊന്നുമല്ല, ഒരു ഗസറ്റഡ് എക്ഷി. ഓക്കെ, ഞാൻ തുടങ്ങട്ടെ. അടുത്ത ആഴ്ച മുതൽ പുതിയ നോവൽ ആരംഭിക്കായി. നോവലിന്റെ പേര് ഒരു ഗസറ്റഡ് എക്ഷി. ഇവിടെ ആയിക്കോട്ടെ, സമ്മതിക്കുന്നേ. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? ലവ് തെറാപ്പി. ഏതാ ലവ് തെറാപ്പി? എന്തോന്ന്? ലവിന്റെ തെറാപ്പി. നിന്നെ പോലൊരു കള്ളിയെ എന്റെ ഭാവി വധുവായിട്ട് കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തടാ. അപ്പൊ അവള് പിന്നെ നിന്നെ പറ്റിച്ചു. ഇല്ല കുഞ്ഞമ്മേ, 100% സത്യം. പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കണ്ണൊക്കെ കൂടി അങ്ങ് നിറഞ്ഞു. എവിടെ കണ്ണുനീരവിടെ? ഓ, അവിടെ കണ്ണീര് കണ്ടപ്പോ ഒക്കെ നീ അങ്ങോട്ട് വിശ്വസിച്ചു. അതെ. ഓ, നീ ഒരു മരമണ്ടൻ തന്നെ. എന്നാലത് ശരിയല്ലല്ലോ. ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ? ചീറ്റിങ്ങോ? അതിന് ഞങ്ങളാരും ചീറ്റ് ചെയ്തില്ലല്ലോ. ഞാൻ വിശ്വസിച്ചു. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. പൊട്ടനും പോയി, പണ്ടനും പോയി, പോട്ടും കിട്ടി. അത് കഴിയുമ്പോ ഞാൻ എന്റെ തനി സ്വഭാവം കാണിക്കും. പെരും കള്ളനാണ് നിങ്ങൾ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വിടും. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. അതെ സാറേ, ഞങ്ങള് വഴക്കാം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ഞാൻ ഹാപ്പി നിനക്ക് കാണുന്നുണ്ട്. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു. നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം. ഈ കഥയുടെ എന്റെ ഭാഗം മാത്രം നീ എനിക്ക് പറഞ്ഞു തരണം. ഞാനൊന്നും അറിയട്ടെ.
എനിക്കൊന്നും അറിയണ്ടേ ഇതേപോലെ ഒരു പത്രം പോലെ മുട്ടാൻ പറ്റി നാട്ടിൽ നിവർന്ന ആളെ ഒരാൾ പോയിപ്പോ നാട്ടിൽ നിവർന്ന ആളെ ഒരാൾ പോയിപ്പോ ഗബ്രി പോയത് ആരാ എന്നെ പുറത്തിറക്കിയത് ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത് ആർക്കാരാ സഹിക്കാത്തത് നീ ഒറ്റ ഒരു ചേരണം അല്ലെങ്കിൽ ഗബ്രി നീ സമ്മതിച്ചില്ലേ അത് മതി എടീ വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട് നീ ഓർമ്മയിൽ വെച്ചോ മോനെ നീ ഇപ്പോഴും പഴയതൊന്നും മറക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടാ കാണണോ ഗബ്രിക്ക് വീഡിയോ കാണണ്ട കേട്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി സാറിന്റെയോ ഉരിഞ്ഞില്ലേ ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ നിനക്ക് എന്താടാ വെട്ടി തിളപ്പിച്ച് അണ്ണാക്കിലൊഴിച്ചാൽ നിന്റെ ഒന്നും മനസ്സ് നന്നാവാൻ പോകുന്നില്ല. എന്തൊരു കിടന്ന് ഇരിക്കണം എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ കത്തിച്ചു വെച്ചിരിക്കണ വെള്ളം തുറന്നു നിന്റെ അച്ഛന്റെ വകയാണ് വെള്ളം പൂട്രാ വൈപ്പ്. നിനക്കറിയാം 100% പോകുന്നു നിന്റെ പ്ലാൻഡോ ഒക്കെ നടന്നില്ലേ ആ സന്തോഷം ഞങ്ങൾ കാണുന്നുണ്ട്. ഈ കാണുന്നതും ഈ കാണിച്ചിട്ടുള്ളതും ഒന്നുമല്ല നീ എന്നെനിക്കറിയാം. മുള്ളൻകൊല്ലിയിൽ നീ വന്നിറങ്ങിയ കാലം മുതലാണ് ഒറ്റയ്ക്ക് നീ നിന്നെ പോലെയുള്ള കൂട്ടുടമ അവന്റെ വീതി. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സത്യമാണ്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. അത് മനസ്സിലാക്കി നല്ല സെൻസ് ഉള്ളവനാ ഗബ്രി. നിന്നോട് കൂടി ഇപ്പൊ മണ്ടനേപ്പി. എനിക്ക് സീരിയസ്ലി അവളുടെ വൈബ് ഇഷ്ടായി. എന്റെ സ്റ്റൈല് വൈബ് എന്തൊരു നാറ്റോടെന്നറിയാവോ? ഞാൻ ഒന്നിരാടെ കുളിക്കാറുള്ളൂ. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. മണ്ടനായത് അവനല്ല, നീ. ഇവിടെ അതിന് ശരി പുളിക്കും. വക്കീല് കണ്ടോ ആരാരെ പൂട്ടുവന്നു. ഞാൻ എല്ലാവരും സമ്മതിച്ചു. ആളെവിടെ പോയി ഇപ്പൊ എങ്ങനെയുണ്ട്? ആരാരെ പൂട്ടി? അവൻ ഞങ്ങൾക്ക് വിഷമം. അവിടെ വരണം പോണ്ടത് നീയായിരുന്നു. അബദ്ധം പറ്റിയതാ. നീ വലിയവനാടാ, വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. ഓടിനടത് തീർന്നോ? തീർന്നൊന്നുമില്ല, വരാ ഞാൻ. അതിന് കളി തീർന്നിട്ടില്ലല്ലോ എന്റെ ഉണ്ണിത്താനെ, ടൈം കിടക്കുകയല്ലേ. എതിരാളിയെ മരത്തിയടിക്കുന്നവരാണ് ശക്തൻ, മറിച്ച് തന്റെ കോപത്തെ അടക്കി നിർത്തുന്നവരാണ് ശക്തൻ. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. ശരി, കാണാം. ശരി. സബ്സ്ക്രൈബ് ചെയ്യുവോ? കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പുള്ളിയുടെ ഈ ചാനലിനകത്ത് ഒരുപാട് ഇതുപോലത്തെ ട്രോൾ കിടപ്പുണ്ട്. നിങ്ങൾ പോയി കാണുക. ഞാൻ പറഞ്ഞത് ചാനൽ ഡീറ്റെയിൽ കൊടുക്കരുത്. സത്യം പറഞ്ഞാൽ അവിടെ ഓരോ സിറ്റുവേഷനിന് ആപ്റ്റ് ആയിട്ടുള്ള ഈ മൂവി കട്ടിങ്സ് ഒക്കെ കൊണ്ടുവച്ച് പുള്ളിയുടെ സൗണ്ടും മോഡുലേഷൻ ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ സൂപ്പറായിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങളതൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.